അമ്മ ചെറിയ പ്രായത്തിൽ പശുവിന് പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ല് വയ്ക്കാൻ പോകും. പുല്ല് പറിക്കാൻ പോകുമ്പോ ഒരു ആയുർവേദ ഒറ്റമൂലിയുടെ വൈദ്യനുണ്ടായി. ഞാൻ പുല്ല് കിളച്ചെടുക്കുകയാണ്. അപ്പൊ വൈദ്യനകത്ത് നിന്ന് ആയുർവേദ മരുന്നുകൾ, അതിനകത്ത് ചില മരുന്നുകൾ എടുക്കുക. ഓരോ ഔഷധം മരുന്ന്, വട്ടക്കുടങ്ങല്, കയ്യോന്നി, പിന്നെ വേറെ പുല്ലുകൾ, പല കറുക. പശുവിന് പുല്ല് വെച്ചാൽ തന്നെ കാഴ്ചയിൽ അത് പുല്ലാണ്. പക്ഷെ ലാടൻ വൈദ്യന്റെ കാഴ്ചയിൽ, ആയുർവേദ വൈദ്യന്റെ കാഴ്ചയിൽ അതിൽ ഔഷധം തിരഞ്ഞു കിട്ടി. അതിനെ അറിയാൻ അറിവുള്ളവനായിരിക്കണം. അത് ഓരോന്നിനും നമ്മൾ വില കൽപ്പിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ പല പല കാഴ്ചപ്പാടുണ്ടാവും. ഒരാൾ വന്ന് പറയാണ്, ഇന്ന് രാവിലെ നല്ല പാട്ട് കേട്ടു, റേഡിയോ. അങ്ങനെ ഇരുന്ന് പോയി. ഇതൊരു രസമാണ് പാട്ട്. ആരാ പാടിയെന്ന് അറിയില്ല, അത് ഞാൻ കേട്ടില്ല. നിങ്ങളുടെ വടക്കേ വീട്ടുകാരനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ ഇതും പെട്ടെന്നൊന്ന് ഞെട്ടിയിടി. ഓ, ഇന്ന ഇതിൽ ശ്രുതി വ്യത്യാസം ഉണ്ടായിരുന്നു. തിരിച്ചു പറയാം, അടുത്ത വീട്ടിനുകാരെന്ന് പറയുമ്പോൾ നേരെ തിരിഞ്ഞു അതിൽ തെറ്റുകൾ കാണാൻ തുടങ്ങി. തൻ്റെ മനസ്സെങ്ങനെ അതുപോലാണ് അവർ വില കൽപ്പിക്കുന്നെന്നുള്ളതാണ്. ഇപ്പോൾ കല്ല് വെട്ടുന്ന കൂട്ടത്തിൽ പൊട്ടിക്കുമ്പോൾ കൃഷ്ണശിലയുള്ള കല്ലുകളും ഉണ്ടാകും. അവരത് കൊണ്ടുവന്ന് കല്ല് ഒന്നീ കെട്ടാനെടുക്കാം, കെട്ടങ്ങൾ കെട്ടാനെടുക്കും, അല്ലെങ്കിൽ തറവാകാനെടുക്കും, അല്ലെങ്കിൽ തിരുത്തിടാനുള്ള എടുക്കും. പക്ഷെ ആ കല്ല് ഒരു ശില്പി കണ്ടാൽ അത് വിഗ്രഹം ഉണ്ടാക്കാനെടുക്കും. കൃഷ്ണശില എന്ന് പറഞ്ഞാൽ അത്ര മഹത്വമുള്ളതാണ്. അത് വിഗ്രഹം ഉണ്ടാക്കാനും. ഒരു ശില്പിയുടെ കാഴ്ചയിൽ അത് വിഗ്രഹം കാണുന്നു. ഒരു അമ്മിക്കല്ലുണ്ടാക്കുന്ന ആൾ അമ്മിക്കല്ല് കാണുന്നു, ഉരലുണ്ടാക്കുന്ന ആൾ ഉരകല്ല് കാണുന്നു, അല്ലെ? വിഗ്രഹം കൊത്തുന്ന ആൾ വിഗ്രഹം കാണും, അല്ലെ? ചവിട്ട് പടിക്ക് കൊള്ളാം, അല്ലെ മുറ്റത്ത് ഭാഗം കൊള്ളാം, അല്ലെ? ഇങ്ങനെ കാണും. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണോ? നമ്മുടെ അമ്മമാരി കുഞ്ഞിന് ദൃഷ്ടിദോഷം പറ്റുമോ, ദൃഷ്ടിദോഷം പറ്റും. ദൃഷ്ടിദോഷം അങ്ങനെ ദോഷമില്ല. കാഴ്ചയുണ്ട്, കാഴ്ചപ്പാടില്ല. നമ്മുടെ കാഴ്ചപ്പാട് അതാണ് മാറ്റേണ്ടത്. ഈശ്വരനെ കണ്ടാൽ വിശ്വസിക്കാന്ന് പറയും. എന്നാൽ കൊതിയും ഞുണയൊക്കെ കേട്ടാൽ തന്നെ വിശ്വസിക്കും. കേട്ടാൽ മതി, വിശ്വസിക്കും. ആ കൊതിയും ഞുണയും കേട്ട് ബന്ധങ്ങളകലുക, ഭാര്യ ഭർത്താവിനെ പഴിക്കുക, ഭർത്താവ് ഭാര്യയെ പരീക്ഷിക്കുക, സഹോദരൻ സഹോദരനെ പഠിപ്പിക്കുക, സഹോദരിയെ പഠിപ്പിക്കുക. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് കലഹം നടക്കുന്നത്. ഇത് വളരെ കൂടി വരികയാണ്. അവനെ എങ്ങനെ പിടിപ്പിച്ച് കരയിച്ച് ദുഃഖിപ്പിച്ച് മുള്ളും നിറഞ്ഞ കാടുകൾ മാത്രം വലിച്ചു വാരി, ചപ്പും ചവറ് വാരി കൂട്ടി അത് ചീഞ്ഞളിഞ്ഞ് ആ വെള്ളം തന്നെ നമ്മൾ കുടിക്കേണ്ടി വരും. ആ ചീഞ്ഞളിഞ്ഞ് പോയ വെള്ളം തന്നെ നമ്മൾ കുടിക്കേണ്ടി വരും. ആ മണങ്ങൾ നമ്മൾ ശ്വസിക്കേണ്ടി വരും. നമ്മൾ വേസ്റ്റ് കൊണ്ടിട്ടു, അതിൽ നിന്ന് വരുന്ന വെള്ളം കുഴിച്ച് നമ്മൾ തന്നെ കുടിക്കുക. അത് നമുക്കൊരു അസുഖം ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ ഇപ്പോഴും മറ്റുള്ളവരെ പറ്റി എത്ര ഞൊണ പറഞ്ഞ് അവനെ വെറുപ്പിക്കാൻ പറ്റുമോ? ഇതാണ് പലരും ചിന്തിക്കുന്നത്. നമ്മളിലേക്ക് നോക്കുക, തെറ്റില്ലാത്ത ലോകത്തിൽ ആരുമില്ല. പരമാവധി അവരോട് സ്നേഹിച്ച് ഉപദേശിച്ച് നോക്കുക. പിന്നെ അവരെ പറ്റി പരമാവധി പറയാതിരിക്കുക. തിരുത്താൻ നോക്കണം, തെറ്റുകളുടെ തിരുത്താൻ നോക്കണം. അത് നമുക്ക് ആവശ്യമാണ്. അധർമ്മത്തെ ചൂണ്ടുന്നത് നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ അധർമ്മങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. തെലി ആവശ്യമാണ്. എലി പറ്റി പെരുകിയാലോ നമ്മുടെ വിളകൾ മുഴുവൻ നശിപ്പിക്കും, അല്ലേ? എല്ലാവരും മിതമുണ്ട്, അമിതമാകുമ്പോൾ നമ്മൾ ചൂണ്ടേണ്ട ആവശ്യമാണ്.